ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് വളർത്തുന്ന കുട്ടികൾക്ക് സപ്രസ്ഡ് ഇമോഷൻസ് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. ഒരമ്മയുടെ അടുത്ത് ദേഷ്യമോ വിഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ ശ്രമിക്കാതെ മനസ്സിൽ അടക്കി പിടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതെല്ലാം സപ്രസ്ഡ് ഇമോഷൻസ് ആയിട്ട് മാറുക. അങ്ങനെ അതിന്റെ ഒരു പരിധി കടക്കുമ്പോഴത്തേനാണ് ഡിപ്രഷനും അതേപോലെ ആൻസൈറ്റി, ഓവറായിട്ടുള്ള ആൻസൈറ്റി, ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കയറി വരുന്നതെന്ന് പറയുന്നത്. ഫാൾസ് പേഴ്സണാലിറ്റി കുട്ടികൾക്കിടയ്ക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടും ഇതേപോലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കാരണമാകാറുണ്ട്. അവരെന്താണോ അത് ഹൈഡ് ചെയ്ത് വെച്ചോണ്ടല്ലേ അവർ വളരുന്നതെന്ന് പറയുന്നത്. അപ്പൊ അത് ഭാവിയിലും മറ്റുള്ളവരുടെ അടുത്തൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. അമ്മയുടെ അടുത്ത് കാണിക്കാൻ പറ്റാത്ത ദേഷ്യവും വിഷമവും അതേപോലുള്ള മറ്റ് ഇമോഷൻസ് ഒക്കെ മറ്റാരുടെ അടുത്തെങ്കിലും ആയിരിക്കും ഇവര് തീർക്കുന്നതെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ വീക്കായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റിയ അതിനെ എതിർക്കാത്ത മറ്റാൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരുടെ മേലെ തീർക്കാനായിട്ട് തുടങ്ങും. അത് അവരുടെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വളർത്തുന്ന കുട്ടികൾക്ക് മറ്റുള്ളവരുമായിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും. അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഇരിക്കുന്നതെന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള സമയത്ത് നോ പറയാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിലല്ലേ. ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്.